അവിടെ നമ്മളൊരു വീട് പണിയാൻ പോവാം, ലോൺ എടുത്താണ് വീട് പണി. പക്ഷേ നിന്റെ വീട് എങ്ങനെ ഇരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിന് അവനെ ഒരു ഭാഗമാക്കുവാണ്. അല്ലെങ്കിൽ അവളോട് ചോദിക്കും, അപ്പോൾ അവൾ പറയും അല്ലാതെ വലിയ ഫിനാൻഷ്യൽ പൈസയൊന്നുമില്ല, അവളുടെ അതായത് അറിവൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഈ കൊച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവളുടെ ഒരു ആഗ്രഹം എല്ലാം കേട്ട് നമ്മളൊരു വീട് പണിതു. ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. കുറേ കാര്യങ്ങൾ നമ്മൾ എടുക്കത്തില്ല, കാരണം നമ്മളെ പൈസ ഇത്ര ഇല്ല, അത് നമുക്കിപ്പോൾ വെക്കാൻ പറ്റുന്നില്ല. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ വെക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ കുട്ടിയുടെ വീട്ടിലെ ആ റൂം, ആ കൊച്ചിൻ്റെ റൂമുണ്ടല്ലോ, ആ റൂം കീപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു. നമുക്ക് ഏറ്റവും വലിയ പരാതി എന്താ? അത് അനുസരിക്കുന്നില്ല, വൃത്തിയാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവൻ്റെ പങ്കാളിത്തത്തിലൂടെ, അവളുടെ പങ്കാളിത്തത്തിലൂടെ, വളരെ ചെറുതിലെ രൂപപ്പെടുത്തിയ ആ പങ്കാളിത്തത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ആ വീടും മീൻസ് ആ റൂം, പ്രത്യേകിച്ച് അവൻ്റെ റൂം, അവളുടെ റൂം നമ്മൾ പരിചയത്തില്ല. അവൻ തോന്നുന്ന സ്ഥലത്ത് ഡ്രസ്സ് മാറിയിടും, ബുക്കെടുക്കത്തില്ല, വൃത്തിയാക്കത്തില്ല, വൃത്തികേടാക്കും. പക്ഷെ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങും? അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ പറയുന്നത് കുറേ പ്രായം കഴിഞ്ഞിട്ട് ഈ പങ്കാളിത്തം കൊടുക്കാണ്. യഥാർത്ഥത്തിൽ ഈ പങ്കാളിത്തത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണാൻ പോകുന്ന ഇവൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയർ. നമ്മൾ തിരിച്ചാണ് പലപ്പോഴും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് പങ്കാളിത്തം കൊടുക്കാത്തതാണ് നമ്മൾ കാണുന്നത്. അതായത് പങ്കാളിത്തം കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പല ഇഷ്യൂസും പല കാര്യങ്ങളും അല്ലേ, ആ പങ്കാളിത്തം കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും, നമുക്ക് ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ. അത് നമ്മൾ അപ്പോൾ അവിടെ ഡയലോഗ് സംഭവിക്കുന്നുണ്ട്. നമുക്കിത് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ, നമുക്ക് പരസ്പരം ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് നീങ്ങിയാൽ മതി. ഇത് മനസ്സിലാക്കുന്ന കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും റെസ്പോൺസിബിളാണ്. സോ ഈ കുട്ടി റെസ്പോൺസിബിൾ ആകാനുള്ള വൺ ഓഫ് ദ വേസ്, പല വഴികളിൽ ഒന്നെന്ന് പറയുന്നത് ഈ പങ്കാളിത്തം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടി റെസ്പോണ്ട്. അങ്ങനെ ഒരു സാധ്യത അതിനകത്തുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത്.